ഹലോ, ഇന്ന് നമുക്കൊരു ട്രോപ്പിക്കൽ ഡ്രാഗൺ ഫ്രൂട്ട് മാംഗോ ചിയ പുഡിംഗ് ഉണ്ടാക്കാൻ. പേര് കേട്ട് ആരും ഞെട്ടണ്ട. സിമ്പിളാണ്. അതിനുവേണ്ടി 2 മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് കുറച്ച് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. പിന്നെ കുറച്ച് ക്യൂബ്സ് ആക്കിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം കട്ട് ചെയ്ത് വെച്ച മാങ്ങയിൽ നിന്ന് പകുതി എടുത്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യൂബ്സ് ആക്കിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചിയ സീഡാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ചിയ സീഡ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ അടിച്ച് വെച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൾപ്പില്ലേ, അത് നമുക്ക് ചിയ സീഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാവണം കേട്ടോ കിട്ടേണ്ടത്. അപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി. ഒത്തിരി ലൂസായി പോകരുത് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഹണിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് വീതിയുള്ള പൊക്കം കുറഞ്ഞ ഒരു ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട്, ചിയ സീഡ്, ഹണി മിക്സ് ആണ് കേട്ടോ. അത് നമുക്ക് ഫുൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടില്ലേ, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പില്ലേ, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. സ്പൂൺ വെച്ച് പതിയെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗ്ലാസിൻ്റെ 3/4 ഭാഗത്തോളം മാംഗോ പൾപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാംഗോയും ചിയ സീഡും എത്ര ലെയറാക്കി വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ 2 ലെയറാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. ഏകദേശം പുഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ പീസസ് ഇല്ലേ, അത് മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഉള്ളിൽ ഒരു ലെയർ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ക്യൂബ്സ് വെച്ച പോലെ തന്നെ മാംഗോ ക്യൂബ്സും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പൾപ്പ് മാത്രമായിട്ട് വെച്ച് പുഡിങ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇടയ്ക്ക് ഇതുപോലത്തെ ക്യൂബ്സും കൂടെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോടും അതിൻ്റെ ഒരു പീസും വെച്ചിട്ട് ഒന്ന് ഗാർണിഷും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ്. കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടൊന്നും കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ പുഡിങ് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും കേട്ടോ. റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് ആയാലും മതി. ഷുഗറൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഷുഗറിന് പകരം ഹണിയാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. ഹെൽത്തി പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.